അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. 6ാം ക്ലാസ്സിലെ തജ്വീദിൻ്റെ 2ാമത്തെ പാഠം അദ്ദർസു സാനി, പാഠം 2, തഹ്സീനു തിലാവ, ഓത്ത് നന്നാക്കുക. അതാണ് തഹ്സീനു തിലാവ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഈ പാഠത്തിലൂടെ പഠിക്കാനുള്ള ഭാഗങ്ങൾ എന്തൊക്കെയെന്നും ശേഷം തദ്രീബാത്തിൽ പറയുന്ന ഭാഗങ്ങൾ എന്തൊക്കെയെന്നും കൂടി നമുക്ക് നോക്കാം. വിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമാണ്. അതിനാൽ നാം അപ്രകാരം പാരായണം ചെയ്യണം. വിശുദ്ധ ഖുർആൻ മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും പാരായണം ചെയ്യുന്നവരെ അള്ളാഹുവിനും റസൂലിനും ഏറെ ഇഷ്ടമാണ്. അതിനാൽ നാം അപ്രകാരം പാരായണം ചെയ്യണം. അള്ളാഹു പറയുന്നു, വറത്തിലിൽ ഖുർആന തർത്തീല. വറത്തിലിൽ ഖുർആന തർത്തീല. നിങ്ങൾ ഖുർആൻ സാവധാനവും നിയമങ്ങൾ പാലിച്ചും ഭംഗിയായി പാരായണം ചെയ്യുക. നിങ്ങൾ ഖുർആൻ സാവധാനവും നിയമങ്ങൾ പാലിച്ചും ഭംഗിയായി പാരായണം ചെയ്യുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും. സയ്യിനുൽ ഖുർആന ബി അസ്വാത്തിക്കും. നിങ്ങളുടെ ശബ്ദം കൊണ്ട് ഖുർആനിനെ മനോഹരമാക്കുക, അഥവാ ഖുർആൻ പാരായണത്തെ മനോഹരമാക്കുക. പാരായണത്തിൽ ശബ്ദ ഭംഗിയും ശൈലിയും സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണിത്. പാരായണത്തിൽ ശബ്ദ ഭംഗിയും ശൈലിയും സൂക്ഷിക്കാനുള്ള നിർദ്ദേശമാണിത്. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബ് വ അസ്വാത്തിഹ. ഇഖ്റഉൽ ഖുർആന ബിലുഹൂനിൽ അറബി വ അസ്വാത്തിഹ. നിങ്ങൾ അറബികളുടെ ശൈലിയും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യുക. നിങ്ങൾ അറബികളുടെ ശൈലിയിലും ശബ്ദത്തിലും ഖുർആൻ പാരായണം ചെയ്യുക. ഖുർആൻ അറബി ഭാഷയിലായതിനാൽ മറ്റൊരു ഭാഷാ ശൈലിയും കലർപ്പില്ലാതെ ശുദ്ധമായ അറബിയിൽ തന്നെ അത് പാരായണം ചെയ്യണമെന്ന കൽപ്പനയാണിത്. പാരായണത്തിൽ മറ്റു ഭാഷയുടെ ശൈലിയോ ഉച്ചാരണ രീതിയോ ഒരിക്കലും കടന്നു വരാൻ പാടില്ല. നമ്മുടെ പാരായണത്തിൽ താഴെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ പാരായണം ആകർഷണീയവും മികച്ചതുമാക്കാം. ഏതെല്ലാം എന്ന് നോക്കാം. 1. അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും പാലിക്കുക. അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും പാലിക്കുക. 2. മീമിലും നൂനിലും ഗുന്നത്ത് ചെയ്യേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ഗുന്നത്ത് ചെയ്യുക. മീമിലും നൂനിലും ഗുന്നത്ത് ചെയ്യേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ഗുന്നത്ത് ചെയ്യുക. 3. ദീർഘ ശബ്ദം അഥവാ മദ് കൊടുക്കേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ശബ്ദം ക്രമീകരിക്കുക. ദീർഘശബ്ദം അഥവാ മദ് കൊടുക്കേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ശബ്ദം ക്രമീകരിക്കുക. 4. ഘനശബ്ദവും അഥവാ തഫ്ഖീം, ലഘു ശബ്ദവും തർക്കീഖ് കൊടുക്കേണ്ട അക്ഷരങ്ങൾക്ക് അവ കൃത്യമായി കൊടുക്കുക. തഫ്ഖീം, തർക്കീഖ് എന്നിവ അക്ഷരങ്ങൾക്ക് കൊടുക്കേണ്ടത് കൃത്യമായി കൊടുക്കുക. 5. വഖഫ് ചെയ്യേണ്ട അവസരങ്ങളിൽ ശബ്ദം നിയന്ത്രിച്ച് നിയമാനുസൃതം വഖഫ് ചെയ്യുക. വഖഫ് ചെയ്യേണ്ട അവസരങ്ങളിൽ ശബ്ദം നിയന്ത്രിച്ച് നിയമാനുസൃതം വഖഫ് ചെയ്യുക. 6. ഖാരിഉകളുടെയും ഉസ്താദുമാരുടെയും ഖിറാഅത്ത് കേട്ടു പരിശീലനം നേടുക. ഖാരിഉകളുടെയും ഉസ്താദുമാരുടെയും ഖിറാഅത്ത് കേട്ട് പരിശീലനം നേടുക. ഇവയെല്ലാം പഠിച്ചും പരിശീലിച്ചും ഖുർആൻ ഭംഗിയായി പാരായണം ചെയ്യാൻ അള്ളാഹു നമ്മെ സഹായിക്കട്ടെ. നമുക്കിനി തദ്രീബാത്തിലുള്ള ഭാഗം നോക്കാം. ചോദ്യം 1. ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിൽ?
ഖുർആൻ പാരായണം ചെയ്യേണ്ടത് ആരുടെ ശൈലിയിൽ? ഉത്തരം മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും. മനോഹരമായ ശബ്ദത്തിലും ആകർഷണീയമായ ശൈലിയിലും. ചോദ്യം 2. പാരായണത്തിൽ ശബ്ദഭംഗിയുണ്ടാവണമെന്ന് പറഞ്ഞത് ആര്? പാരായണത്തിൽ ശബ്ദഭംഗിയുണ്ടാവണമെന്ന് പറഞ്ഞത് ആര്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചോദ്യം 3. ഖുർആൻ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ 2 കാര്യങ്ങൾ എഴുതുക. ഖുർആൻ പാരായണം ആകർഷണീയമാവാൻ ആവശ്യമായ 2 കാര്യങ്ങൾ. മുകളിൽ 6 കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് 2 കാര്യങ്ങൾ എഴുതുക. 1. അക്ഷരങ്ങളുടെ കൃത്യമായ ഉച്ചാരണവും ശബ്ദ സ്വഭാവവും പാലിക്കുക. 2. മീമിലും നൂനിലും ഗുന്നത്ത് ചെയ്യേണ്ടിടത്ത് കൃത്യമായി അളവ് പാലിച്ച് ഗുന്നത്ത് ചെയ്യുക. ദീർഘശബ്ദം അഥവാ മദ് കൊടുക്കേണ്ടിടത്ത് കൃത്യമായ അളവ് പാലിച്ച് ശബ്ദം ക്രമീകരിക്കുക. 4. തഫ്ഖീം തർഖീക്ക് കൊടുക്കേണ്ട അക്ഷരങ്ങൾക്ക് അവ കൃത്യമായി കൊടുക്കുക. 5. വഖഫ് ചെയ്യേണ്ട അവസരങ്ങളിൽ ശബ്ദം നിയന്ത്രിച്ച് നിയമാനുസൃതം വഖഫ് ചെയ്യുക. 6. ഖാരിഉകളുടെയും ഉസ്താദുമാരുടെയും ഖിറാഅത്ത് കേട്ട് പരിശീലനം നേടുക. ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് ഖിറാഅത്ത് കേട്ട് നമ്മൾ നല്ല ശൈലിയിൽ ഖുർആൻ പാരായണം ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.